അസ്സലാം വലൈക്കും. ഇനി നമ്മൾ അടുത്ത ഭാഗം, അതായത് ഈ പാഠത്തിലെ കഹാവത്തെ എന്ന പാഠത്തിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാൻ പോവാണ്. അതായത് ബന്ദർബാണ്ട്, കുരങ്ങൻ്റെ വിഹിതം വെക്കൽ. അതെങ്ങനെ സംഭവം, എന്താ ഉദ്ദേശം നോക്കാം. കിസി ജഗഡേമേ, ഏതെങ്കിലും തല്ലിലോ അടിപിടിയിലോ ഇൻസാഫ് കർണേക്കെ ബഹാനെ, ഇൻസാഫ് കർണ പറഞ്ഞാൽ നീതി കാണിക്കുക, നീതി കാണിക്കുന്നതിൻ്റെ ബഹാനെ തന്ത്രത്തിൽ അപ്പിന സ്വയം ഖാം ബനാന, ഉദ്ദേശം പൂർത്തിയാക്കുക. അതായത് സ്വയം കാര്യം സാധിപ്പിച്ചെടുക്കുക. അതായത് മറ്റുള്ളവരെ തല്ല് അല്ലെങ്കിൽ അടിപിടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അതിലൂടെ സ്വന്തം കാര്യം സാധിപ്പിച്ചെടുക്കുക. അതാണ് ഇപ്പോൾ ബന്ദർബാണ്ട് എന്ന് പറഞ്ഞതിൻ്റെ സാരം, അർത്ഥം. നോക്കാം, ഈ കഥ നോക്കിയിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ അവസാനം എന്ന് നമുക്ക് കണ്ടെത്താം. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കാം. ഏക് ദിൻ, ഒരു ദിവസം, രണ്ട് ബൂഗി ബില്ലിയ, രണ്ട് വിശപ്പുള്ള പൂച്ചകൾ, ബില്ലി അതിൻ്റെ ജമ്മാണ് ബില്ലിയ. അപ്പോൾ രണ്ട് വിശപ്പുള്ള ബില്ലിയാം പൂച്ചകൾ, കിസീഗർക്കെ ഏതോ ഒരു വീടിൻ്റെ ബാവർച്ചി ഖാനേമേ അടുക്കളയിൽ ദാഖിൽ ഹുയേ പ്രവേശിച്ചു. ദാഖിൽ ഹോന എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, ദാഖിൽ ഹോന പ്രവേശിക്കുക. ഖാനേക്ക് ഭക്ഷണത്തിൻ്റെ തമാം ചീസ്, എല്ലാ വസ്തുക്കളും, അതായത് സർവ്വ വസ്തുക്കളും സർവ്വ സാധനങ്ങളും അന്തർ അടിയിൽ ബന്ധത്തെ എന്താക്കിയിട്ടുണ്ട്, പൂട്ടിയിട്ടുണ്ടായിരുന്നു, ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പൂച്ചകൾക്ക് തുറക്കാൻ സാധിക്കില്ല. അപ്പോൾ ബന്ധിന എന്ന് പറഞ്ഞാൽ പൂട്ടുക, അടച്ചു വെക്കുക എന്നൊക്കെ പറയും. ഉനെ, അവർ രണ്ടുപേർക്കും കുച്ച് ഖാനേക്കോ നമില, കുച്ച് ഒന്നും തന്നെ, കുച്ച് ഖാനേക്കോ ഒരു ഭക്ഷണത്തെയും നമില കിട്ടിയില്ല. മിൽന എന്ന് പറഞ്ഞാൽ കിട്ടുക, നമില കിട്ടിയില്ല. എന്താ കിട്ടാൻ എന്തേ വഴിയുണ്ടോ? കാരണം അത് അടച്ചു വെച്ചതാണ്. ഏക് പ്ലേറ്റുമേ, എന്നാലോ ഏക് പ്ലേറ്റുമേ ഒരു പാത്രത്തിൽ, റോട്ടി ഖാ ടുക്കിട, റൊട്ടിയുടെ ഒരു ചെറിയ കഷ്ണം, ടുക്കിട എന്ന് പറഞ്ഞാൽ കഷ്ണം, ചെറിയ കഷ്ണം, രഹ് ഗയാത്ത വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു ചെറിയൊരു കഷ്ണം അവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഏക്ക് ബില്ലി ഒരു പൂച്ച, ഉസ്സെ, ഉസ്കോ എന്നതിൻ്റെ ഷോർട്ടാണ് ഉസ്സെ, അതിനെ, ഏക്ക് ബില്ലി ഒരു പൂച്ച, ഉസ്സെ ആ ഒരു റൊട്ടി കഷ്ണത്തെ, ലേക്കർ എടുത്തിട്ട്, ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക, ലേന, ലേക്കർ എടുത്തിട്ട്, ബാഗി ഓടി, ബാഗിന ഓടുക, ബാഗി ഓടി, ദൂസരി മറ്റേ പൂച്ചയാണെങ്കിലോ ഉസ്കെ പീച്ചെ, ആ റൊട്ടിയുമായി ഓടിയ പൂച്ചയുടെ പിന്നാലെ, പിന്നിൽ ദൗഡി ഓടി, അതും ഓടി, ദൗഡിന എന്ന് പറഞ്ഞാലും ഓടുക, ബാഗിന പറഞ്ഞാലും ഓടുക. അവസാനം ദോനോമേ രണ്ടു പേർക്കിടയിലും ജഗഡ ഹോനേ ലഗ, ജഗഡ ഹോന പറഞ്ഞാൽ തല്ലുകൂടുക, തല്ലുകൂടാൻ തുടങ്ങി, രണ്ടുപേരും കൂടി തല്ലു തുടങ്ങി എന്നർത്ഥം. ഹോനേ ലഗ, അതായത് ജഗഡ ഹോനേ ലഗ, തല്ലുകൂടാൻ തുടങ്ങി. റൊട്ടിക്ക ടുക്കിട, അങ്ങനെ തല്ലുകൂടിയപ്പോൾ റൊട്ടിക്ക ടുക്കിട, റൊട്ടിയുടെ കഷ്ണം, ദോനോഖെ ബീച്ച് രണ്ടു പേരുടെയും ഇടയിൽ, ബീച്ച് എന്ന് പറഞ്ഞ ഇടയിൽ, രക്കാ ഹുവാത്ത ഈ കിടപ്പുണ്ടായിരുന്നു, രക്കിനാറിന വെക്കുക, അതായത് രക്കാ ഹുവാത്ത രണ്ടു പേരുടെ ഇടയിലും വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടുപേര് തല്ലുകൂടിയപ്പം അതെന്തായി, രണ്ടുപേരും തല്ലുകൂടിയപ്പോൾ അതിനിടയിൽ റൊട്ടി വീണിട്ട് നടുവിൽ ഇങ്ങനെ കിടപ്പുണ്ട്, ഒരാൾ ആ അറ്റത്തും ഒരാൾ ഈ അറ്റത്തും, അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ദോനോ ബില്ലിയാൻ, അങ്ങനെ രണ്ട് പൂച്ചകളും, ആഖേ സുറഹ്, ആഖേ സുറഹ് എന്ന് പറഞ്ഞാൽ ചുവന്ന കണ്ണുകളോടെയും, ഓർ ബാൽ കട്ടേ കിയേ ഹുയേ, കട്ടേ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്, എഴുന്നേൽക്കുക എന്നാണ്. അപ്പോൾ ബാൽ കട്ടേ കിയേ ഹുയേ, അങ്ങനെ പറഞ്ഞാൽ മീശ പിരിച്ചിട്ട്, ഒരു പ്രയോഗമായിട്ട് വരും കേട്ടോ. മീശയെ, അതായത് ബാൽ മുടിയെ, കട്ടേക്കിയെ എഴുന്നേൽപ്പിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മീശ, അതായത് രോമമൊക്കെ എന്തായി, മീശയൊക്കെ ഒന്നിങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ട്, അതായത് മീശയൊക്കെ ഒന്നിങ്ങനെ പിരിച്ചിട്ട്, ഏക്ക് ഒരാൾ, ദൂസരേ പർ മറ്റൊരാളുടെ മേൽ, ഹംല കർണേക്കോ അടികൂടാൻ, അല്ലേ, ആക്രമിക്കാൻ, തയ്യാറായി നിൽക്കുകയായിരുന്നു. തയ്യാർ എന്ന് പറഞ്ഞാൽ ഒരുങ്ങി നിൽക്കുക, ഒരുക്കം, തയ്യാർ എന്ന് പറഞ്ഞാൽ ഒരുക്കം. അങ്ങനെ രണ്ടുപേരും ഹംല കർണ, തല്ലുകൂടുക, ആക്രമിക്കുക എന്നൊക്കെ. അപ്പം രണ്ടുപേരും ഒരുക്കത്തിലാണ്.
അതായത് ഒരാൾ രണ്ട് പേരെ കണ്ണുകളും ചുവന്നിട്ട് അവരുടെ രോമങ്ങളൊക്കെ അങ്ങനെ എന്തായി പിരിച്ചിട്ട്, അതായത് എഴുന്നേൽപ്പിച്ച് പറഞ്ഞാൽ പിരിച്ചിട്ട് ഇങ്ങനെ രണ്ട് പേരിങ്ങനെ തല്ലുകൂടാൻ വേണ്ടിയിട്ട് തയ്യാറത്തെ വളരെ ഒരുക്കത്തിലായിരുന്നു. എന്നാലോ ഏക് ദറഖ്ത് പർ, അങ്ങനെ ഒരു മരത്തിൻ്റെ മേൽ ബൈഠാ ഹുവ ഇരുന്ന ബൈഠ്ന പറഞ്ഞാൽ ഇരിക്കുക, ബൈഠാ ഹുവ ഇരുന്ന ബന്ദർ ഒരു കൊരങ്ങച്ചൻ, ഉൻകി അവരുടെ ലഡായി അവരുടെ തല്ല്, ദേഖ് രഹാ ഥ അവരുടെ തല്ലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ അവൻ, അതായത് ആ പൂച്ചയല്ല ആ കൊരങ്ങൻ്റെ ഉദ്ദേശം എന്താ, ഹുദ് അവന് സ്വയം റൊട്ടിയുടെ മേൽ കബ്സ ജമാനെ കി ഫിക്ർ മേത്ത, കബ്സ ജമാന പറഞ്ഞാൽ കൈവശപ്പെടുത്തുക, കയ്യിലാക്കുക. അവന് സ്വയം എന്താണ് റോട്ടിയുടെ മേൽ എങ്ങനെയെങ്കിൽ കൈവശപ്പെടുത്തുന്നതിൻ്റെ ഫിക്ർ മേത്തെ ചിന്തയിലായിരുന്നു. അവന് അവരുടെ തല്ലല്ല നോക്കുന്നത്, ആ റൊട്ടി എങ്ങനെയാണ് ഇപ്പം എൻ്റെ കയ്യിലെത്തിക്കുക എന്നുള്ള ചിന്തയിലായിരുന്നു. ആര് നമ്മുടെ കൊരങ്ങച്ചൻ. അങ്ങനെ മൗക്യ അവസരം ദേക്കുകർ നോക്കിയിട്ട്, അവൻ നീച്ചേ ഉത്തറ താഴെ ഇറങ്ങി, ഉത്തർനാന്ന് പറഞ്ഞാൽ ഇറങ്ങുക. അങ്ങനെ അവനെന്തായി, ഇപ്പോൾ ഒരു അവസരമെന്ന് വിചാരിച്ചിട്ട് ഇവരുടെ തല്ലും കണ്ടുകൊണ്ടിരുന്ന ആ കുരങ്ങച്ചൻ എന്തായി, താഴേക്ക് അവസരം കാത്ത് താഴേക്ക് ഇറങ്ങി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വരെ എടുക്കുന്നുള്ളൂ, നാളെ ഉഷാറാക്കുക. എല്ലാവരും എന്താ ക്ലാസ് ശരിക്കും പോലെ വായിച്ച് പഠിക്കണം, അതോടൊപ്പം തന്നെ അർത്ഥം വേർഡ് പഠിക്കണം, പിന്നെ അർത്ഥം വെക്കാനും പഠിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.